ഹലോ ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പനി മാറിയിട്ടില്ല. പനി മാറി, പക്ഷെ ഭയങ്കര ബോഡി പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്ന് വെള്ളം വരുന്ന എനിക്ക് ഇങ്ങനെ കുമ്പിട്ട് എഴുന്നേക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ മസിലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെയിൻ. എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമോ എന്നുള്ളതാണ്. എനിക്ക് അത്രയും പെയിൻ വെച്ചാൽ അത്രയും പെയിനാണ്. പിന്നെ നമുക്ക് എഴുന്നേക്കാതെയും കാര്യങ്ങൾ ചെയ്യാതെയും പറ്റില്ല. പിള്ളേരെ കാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, എഴുന്നേറ്റേ പറ്റുള്ളൂ. ഇവിടെ അലക്കാനുള്ള തുണി എടുക്കേണ്ട ഏട്ടൻ്റെതാണ്. ഏട്ടൻ്റെ ഡ്രസ്സ് ആഴ്ചയിൽ ഒരു ദിവസമാണ് അലക്കച്ച. നല്ല ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഷർട്ടും കാര്യങ്ങളും. അപ്പോൾ ഷർട്ടും ബനിയനും വൈറ്റ് ബനിയനും ഒന്നിച്ചിട്ട് അലക്കുള്ളൂ. സാറ്റർഡേ അല്ലെങ്കിൽ ഏട്ടന് സാറ്റർഡേയും ജോലിക്ക് പോകുകയാണെങ്കിൽ സൺഡേ ആണ് ഏട്ടനത് അലക്കുക. പിന്നെ സൺഡേ എവിടെയും പോകാണ്ട് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സാറ്റർഡേ അലക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒന്നിച്ച് ഷർട്ടും എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാറില്ല. അപ്പം ഏട്ടനെ മാത്രം സെപ്പറേറ്റ് ഇടുക ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഡ്രസ്സോടെ കിടക്കുന്നത്. ഇന്നിപ്പോൾ അലക്കണം. നാളെ ഓണായതുകൊണ്ട് കുറേ പണിയുണ്ട്. ഇന്നിപ്പം എനിക്ക് ഇന്നലെ പനിച്ചൊക്കെ ഇരുന്നത് കാരണം ബോഡി പെയിനൊക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചുറ്റോരം അടിക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് മൊത്തം എടുക്കുക. ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം കൂടെ ഉള്ളതുകൊണ്ട് കുമ്പിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഫ്രണ്ടിലും ബാക്കിലും മാത്രം അടിക്കും ഡെയിലി. പിന്നെ സൈഡിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് അധികം ചണ്ടി ഉണ്ടാവാറില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് അടിക്കുക. അപ്പോൾ കുറച്ച് അത്യാവശ്യം പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുമ്പിട്ട് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ഉണ്ടായിരുന്നത് അടിച്ചങ്ങ് കളഞ്ഞ് വാഴൻ്റെ ചോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞു. സ്പൈക്കിക്ക് ഫുഡ് കൊടുത്തു. പിന്നെ കോലയൊക്കെ അടിച്ച് തുടച്ച് ഞാൻ കുളിച്ച് വന്നിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇപ്പോൾ പിള്ളേരെ എഴുന്നേറ്റ് അവർക്ക് കഞ്ഞിയാണ് രാവിലെ കൊടുക്കാറുള്ളത്. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇപ്പോൾ പൂവിടാൻ പോയി ഇരിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തുണി മിഷനിലിട്ടേക്കാമെന്ന് വിചാരിച്ചു. അവരെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ പണി നടക്കില്ല. ഇന്നലെ അമ്മ ഇല്ലാത്ത കാരണം മുകളിൽ കയറിയിട്ട് അല്ലെങ്കിൽ വിരിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ പിള്ളേരെ ഉറങ്ങുമ്പോൾ എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് ഞാനും പോയി കുറച്ച് നേരം കിടന്നു ഇന്നലെ. അത് കാരണം അലക്കൽ നടന്നിട്ടില്ല. അപ്പം ഫോണൊന്ന് കയ്യിൽ നിന്ന് താഴെ പോകാൻ പോയി. അപ്പോൾ അലക്കൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മുകളിൽ വന്ന തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കിയെടുത്തു. അലക്കാനുള്ളത് മിഷനിലിട്ടു. അപ്പോൾ ദാണ്ടി താഴോട്ട് പോവുകയാണ്. ഇനി ചെയ്യുന്നിട്ട് വേഗം പൂവിടണം. ഉണ്ടായിരുന്നതൊക്കെ ബക്കറ്റിലാക്കിയാണ് എടുത്തത്. കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബക്കറ്റ് അന്നേരം കഴുകി തുടച്ചാട്ടോ. എന്നിട്ടാണ് അലക്കിയ തുണികളൊക്കെ അതിലെടുത്ത് ചില പിള്ളേരുടെ ട്രൗസറൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ താഴെ പോകില്ല. അപ്പോൾ അതിൽ അങ്ങനെ ഇട്ടിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ പൂക്കളം കാണാം. അപ്പം ഇന്ന് കുറേ പണികളുണ്ട്. അതെല്ലാം കൂടെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കും, അല്ലാത്തത് ഉണ്ടാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നേരെ നമ്മുടെ പൂക്കളൊക്കെ കണ്ടിട്ട് വരാം. ഇന്നൊരു 6:45 തന്നെ എഴുന്നേറ്റു. അപ്പം ഞാൻ വേഗം ചെയ്തിട്ട് മുറ്റടിക്കുകയാണ് ചെയ്തത്. 4 പുറവും അടിച്ച് വൃത്തിയാക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോലായിലുണ്ടായിരുന്ന പൂവൊക്കെ ഇന്നലത്തെ പൂവൊക്കെ അടിച്ച് കളഞ്ഞ് തുടച്ചിട്ടിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നതിന് ശേഷമാണ് ഞാനിന്ന് അടുക്കളയിൽ കയറിയത്. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അതെടുത്ത് വേഗം സ്പൈക്കിക്ക് ചൂടാക്കി കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ചു, ചൂടാക്കി വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻകറി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചു. കഞ്ഞിക്കുള്ള വെള്ളവും വെച്ച്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മുകളിൽ ചെന്നിട്ട് തുണി ഉണ്ടായിരുന്നത് അത് അലക്കാനിട്ടതിന് ശേഷം താഴെ വന്നിട്ട് എന്താ പറയുക നമ്മുടെ ചോറ് അപ്പോഴത്തേക്ക് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി ഇട്ട് കൂട്ടത്തിലായിരുന്നു ഒരു ചായയും വെച്ച് ചോദിച്ചാൽ ഞാൻ പൂവിടാൻ ഇരുന്ന് കഴിഞ്ഞ് ഏട്ട എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ചായ നന്നായിട്ട് 2-3 തവണ ആക്കി നല്ല കപ്പിലൊഴിച്ച് ഏട്ടനെ വെച്ചു. അപ്പോൾ ഞാൻ പൂവിടാൻ ഇരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ പൂ അരിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോളെ എഴുന്നേറ്റു. അവളെ എഴുന്നേറ്റിട്ട് എൻ്റെ കൂടെ തന്നെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയാണ് പൂവിട്ടത്. അവൾ അങ്ങനെ വലിച്ച് കളയാൻ കയറി കളയാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഇതിലിരുന്നോളും. കുറച്ചൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ തൊടാനും പിടിക്കാനും പൂവിങ്ങനെ ഞാൻ വെക്കുമ്പം അവളും വെക്കാനൊക്കെ കൂടും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക, കുഞ്ഞുങ്ങൾ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്രയും ദിവസം പൂവിട്ടിട്ടും അങ്ങനെ ഇവർ വാരിക്കളയുന്ന പ്രശ്നമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പൂവിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ മുറ്റത്ത് കാക്കേനെ കണ്ടത്. അപ്പോൾ പിന്നെ അവളെന്തായി കാക്കേൻ്റെ പുറകുള്ള ഓട്ടായി. അപ്പോൾ അവൾ മുറ്റത്തുനിന്ന് കാക്കാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഓടി. അപ്പോൾ കേശന് കാക്കേനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, ഇടയ്ക്ക് ചോറ് കൊണ്ട് മുറ്റത്തിട്ടിട്ട് കാക്കേനെ വിളിക്കുക ആ കേശനെ കാണാൻ വേണ്ടിയിട്ട്. അവൾ ആ കാക്കകൾ മുഴുവൻ ഓടിച്ച് കളയും. അതാണ് അവളെ പ്രധാനപ്പെട്ട ഹോബി. ഇപ്പോൾ കാക്കേനെ പുറകെ പോയിട്ട് കാക്കേനെ പേടിപ്പിക്കുകയാണ്. ഒന്നിനും പേടിയില്ല, എല്ലാത്തിനും അവൾ പേടിപ്പിക്കുകയും ചെയ്യും.
അങ്ങനെ പിന്നെ എന്താണ് ഞാൻ മുറ്റത്ത് ചെന്നിട്ട് അവിടെ കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ പൂവ് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം ചെന്ന് റോഡിൽ ചെന്നിട്ട് ആ ഉണ്ടായിരുന്ന പൂവ് ഇല അങ്ങ് പറിച്ചെടുത്ത് വെറുതെ ഒരു എന്താ പറയുക പൂക്കളൊന്നും ഇല്ലായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണേ. ഏട്ടന് ചായയോടൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കടയിലേക്ക് പോകാൻ നിൽക്കുമ്പം എന്നോട് പറഞ്ഞ് കുഞ്ഞീനെ റെഡിയൊക്കെ വന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഏട്ടൻ കടയിൽ പോയി. അപ്പോൾ കേശവൻ എഴുന്നേറ്റ് വന്നു. അപ്പം അമ്മ വന്നത് കാരണം പിന്നെ അമ്മ അപ്പോഴേ രാവിലെ എത്തിയിട്ടുള്ളൂ. അമ്മ കേശവനെയും കൊണ്ട് ഒന്ന് റോഡിൽ നടന്നത് കാരണം അവന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ വേഗം പൂവിട്ട് ഫിനിഷ് ചെയ്തു. ഇത് വട്ടാണെന്ന് ചോദിച്ചാൽ വട്ടല്ല, ചതുരാണോ ചോദിച്ചാൽ ചതുരല്ല. ഏത് ഷേപ്പാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇത് സർക്കിൾ ചെയ്യാൻ നോക്കിയിട്ട് സർക്കിൾ ആവുന്നില്ല. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് ഇടാമെന്ന് കരുതി. പിന്നെ ചെന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ എൻ്റെ പൊന്നുമോൻ എന്ത് ചെയ്ത് ജഗ്ഗിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ അപ്പോൾ അകത്ത് കമത്തിണ്ടായിരുന്നു. പിന്നെ അത് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി. പിന്നെ കഞ്ഞി ഓൾറെഡി ആയതുകൊണ്ട് തന്നെ അവർക്ക് കഞ്ഞിയും തൈരും കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ അവർക്ക് വേഗം കഞ്ഞി കൊടുത്തിട്ട് എന്നോട് ഉറക്കിയിട്ട് എന്നോട് റെഡി ആവാൻ പറഞ്ഞ് ചില കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ വേഗം റെഡിയായി ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഏട്ടൻ കൂടെ സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്കുള്ള ഡ്രസ്സ് എടുത്തു. ഇതാണ് എനിക്കുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ ട്രയൽ ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അമ്മമാർക്ക് രണ്ടുപേർക്ക് എൻ്റെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും സാരി വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്, ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾക്ക് ചെറിയ 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് ഇതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല അങ്ങനെ കാര്യമായിട്ട്. അപ്പോൾ അവർക്കുള്ള 2 പേർക്കൊരു പട്ടുപാടിയും വാങ്ങിച്ചു. പിന്നെ ഓണത്തിന് ചെറിയ ഓണം പിള്ളേരോണം എന്നൊക്കെ പറയുന്നത് പിള്ളേർക്കൊരു കുഞ്ഞു ഇലയിൽ സദ്യ കൊടുത്തു. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് എത്രയേ ഉള്ളൂ. ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു, ഉത്തരാടപ്പാച്ചിൽ തന്നെയായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോകും. പിന്നെന്താ അതിൻ്റെ വീട്ടിൽ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോയി. പിന്നെ ഈ കുട്ടിപ്പട്ടാളങ്ങളെ മേക്കൽ ഇന്ന് ചെറിയ ഓണമല്ലേ, പിള്ളേരോണം എന്നൊക്കെ പറയും ഇവിടെ എറണാകുളത്തേക്കൊക്കെ. അപ്പോൾ അവർക്ക് ചെറിയൊരു സദ്യ ഒന്നുമില്ല, പരിപ്പും പപ്പടവും അങ്ങനെ കുറച്ച് നാളത്തെ സദ്യയാണല്ലോ ഒക്കെ കൂടി ആക്കിയിട്ട് അവർക്ക് ഇലയിൽ ചോറ് കൊടുത്തു. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. ഇനിയിപ്പം നാളെ തിരുവോണമാണ്. ഏതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. നാളെ വീട്ടിൽ പോകണം, കോഴിക്കോട് പോകണം. പിന്നെ സദ്യ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ചിലത് വീട്ടിലുണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിള്ളേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴേക്ക് വിഭവങ്ങളാക്കി വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം ഇവരെ കാര്യം നോക്കണം, പൂവിടണം, അമ്പലത്തിൽ പോകണം, എല്ലാം കൂടി ആകുമ്പോൾ നടക്കില്ല. ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യാം, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നല്ല. എന്നും വീട്ടിലുണ്ടാക്കലല്ലേ, ഒരു ദിവസം പുറത്തുനിന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്, എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവരിപ്പോൾ നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് എനിക്ക് പറ്റില്ല ചെയ്യാനെല്ലാം കൂടെ. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ പാടില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ തിരുവോണമാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. എല്ലാവരും ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ തിരുവോണ വീഡിയോ ആയിട്ട് നാളെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തിവിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.